ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് ഐഡിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻഡ് നോട്ടാണ്. അപ്പോൾ ഈ എൻഡ് നോട്ടും ചെയിൻ സ്റ്റിച്ചും ഡിഫറെൻറ്റ് ഷേപ്പും ഒക്കെ രണ്ടും എന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ ഈ രണ്ടിനെയും കുറിച്ചിട്ടും രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് കുറച്ച് തിരക്കായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് ഞാൻ ഈ രണ്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തെന്ന്. അപ്പോൾ ഫോണിൽ കുറച്ച് സ്പേസ് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഗാലറിയിൽ നിന്ന് ഇത് രണ്ടും ഡിലീറ്റ് ആക്കി കളഞ്ഞു. അങ്ങനെ ആ വീഡിയോ രണ്ടും പോയി. അപ്പം ഞാൻ ഇനി ഫസ്റ്റ് മുതലേ അത് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻഡ് നോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ, ചെയിൻ സ്റ്റിച്ചിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എൻഡ് നോട്ട്. കാരണം എപ്പോഴും നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് എൻഡ് നോട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻഡ് നോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന എൻഡ് നോട്ടുകളൊന്നും ശരിയായിന്ന് വരില്ല. ചിലപ്പോൾ ലൂസായിട്ട് അഴിഞ്ഞു പോരാം, ചിലപ്പം ഇതുപോലെ പൊങ്ങിയൊക്കെ വരും. അതൊന്നും കാര്യമാക്കണ്ട. നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ അത് കറക്റ്റാക്കാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം, ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ കമൻ്റ് ഇട്ടാൽ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളിപ്പം മെയിൻ ടോപ്പിക്കിലേക്ക് വരുവാണ്. എൻഡ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സറി ത്രെഡ് എടുത്ത്, അതുപോലെ തന്നെ നീഡിലെടുത്തു. നീഡിൽ നമ്പർ 40 ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം. സ്റ്റാൻഡ് വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രെയിം വെച്ച് കൊടുക്കുന്നു. ഓക്കെ, വെച്ച് കൊടുത്തു. ഇനി ത്രെഡിൽ കെട്ടിട്ട് കൊടുക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ വീഡിയോസിൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരി എംബ്രോയ്ഡറിയുടെ ബേസിക് സ്റ്റെപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ബേസിക് സ്റ്റെപ്പുകൾ ഒരു 25 ചെയ്യുന്നുണ്ട്. അതിനുശേഷം അഡ്വാൻസ് ആയിട്ട് ഉണ്ട്. രണ്ടും കൂടി ഒരു 80 to 85 ഉണ്ട്, സ്റ്റിച്ചുകളുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് മുതലേ ഇത് കണ്ട് കണ്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റിച്ചുകളും വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എൻഡ് നോട്ട് ചെയ്യാം. ഇതുപോലെ കെട്ടിട്ട് കൊടുത്തത് നമ്മൾ എവിടെയാണോ നോട്ട് എൻഡ് ചെയ്യേണ്ടത് അവിടെ പിടിക്കുക. പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ നടുവിരലിൽ ഇങ്ങനെ ത്രെഡ് വെക്കുക, തള്ളവിരലുകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഇതുപോലെ ചൂണ്ടുവിരലിൽ പുറത്തിങ്ങനെ പിടിക്കുക, ചൂണ്ടുവിരലിനെ പുറത്തൂടെ പിടിക്കുക. ഇങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, എന്നാലും ഞാനിപ്പോൾ ഒന്നുകൂടി കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് കറക്റ്റ് എവിടെ വെക്കേണ്ട അവിടെ വെക്കാം. ഇവിടെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. വെച്ചു. നീഡിലിൻ്റെ ഹുക്ക് ഫ്രണ്ടിലോട്ടാക്കി വെച്ചു, കുത്തി കോർത്തു. ഒന്നുകൂടി കാണിച്ചു തരാം. നീഡിലിൻ്റെ ഹുക്ക് ഫ്രണ്ടിലോട്ടാണ്, കുത്തി കോർത്ത് കഴിഞ്ഞ് മേളി വരുമ്പോൾ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് എൻഡ് നോട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റിച്ച് വലുതായിട്ട് എടുക്കണം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നെക്സ്റ്റ് ഒരു സ്റ്റിച്ചും കൂടി എടുക്കണം. ഒരു സ്റ്റിച്ചും കൂടെ എടുത്ത്, എന്നിട്ട് ഈ സ്റ്റിച്ച് ഈ രണ്ടാമത്തെ സ്റ്റിച്ചിനകത്തൂടി കയറ്റി, നീഡിൽ രണ്ടാമത്തെ സ്റ്റിച്ചിനകത്തിരിക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത സ്റ്റിച്ച് പിടിച്ചിട്ട് വലിക്കണം. ഓക്കെ, ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ത്രെഡ് കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല, അതിൽ നിന്ന് തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോവാണ്.
എടുത്തു, നീഡിൽ കറക്റ്റായിട്ട് വെച്ചു, കുത്തി ഇതുപോലൊരു സ്റ്റിച്ച് എടുത്തു. തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു സ്റ്റിച്ച് എടുത്തു. കുറച്ച് വലുതായതുകൊണ്ട് എല്ലാം ചുരുങ്ങിപ്പോയി. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റിച്ച്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഓക്കെ, ഇനി ഈ സെക്കൻഡിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ കോർത്തിട്ട് വലിക്കുക. ഓക്കെ, വലിച്ചപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ നൂല് ഇങ്ങനെ ഇത്രയും പൊങ്ങി നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടായിരിക്കും, കുറച്ച് അഭംഗിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് കാണിച്ചു തരാം. നീഡിൽ താഴത്തൂടെ ഇത് തൊട്ടടുത്ത് കാണും കുത്തുക. കുത്തിയിട്ട് ഇതുപോലെ കോർത്തിട്ട് വലിക്കുക. ഓക്കെ, ഇപ്പോൾ കാണത്തില്ലല്ലോ. ഫസ്റ്റൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം, പിന്നെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പം അത് കറക്റ്റ് ആയിക്കോളും. ഇനി ഞാൻ ചെറിയൊരു എൻഡ് നോട്ട് ചെറിയൊരെണ്ണം എടുത്തിട്ട് ചെയ്ത് കാണിച്ചു തരാം. ത്രെഡ് വലിച്ചെടുത്തു, ഫസ്റ്റ് സ്റ്റിച്ച് വന്നു, ഇനി സെക്കൻഡ് സ്റ്റിച്ചും വന്നു. സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഫസ്റ്റ് സ്റ്റിച്ച് വലിച്ചു എടുത്തു. ഓക്കെ, കണ്ടോ? ഇപ്പം കണ്ടോ? ഈ എൻഡ് ചെയ്തത് അറിയത്തില്ല, വൃത്തിയായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടിയെന്ന് വരില്ല, അതായത് ഇതുപോലൊക്കെ വരും. അത് കാര്യം വെക്കണ്ട. കുറച്ച് വലിയതായിട്ട് തന്നെ സ്റ്റിച്ച് എടുത്തിട്ട് ചെയ്യുക. ആദ്യം എടുക്കുന്ന സ്റ്റിച്ച് കുറച്ച് വലുതായിരിക്കണമെങ്കിൽ രണ്ടാമത്തെ സ്റ്റിച്ച് കുറച്ചും കൂടി വലുതായിട്ട് എടുക്കണം. എന്നിട്ട് അതിനകത്തുകൂടി വലിച്ചെടുക്കണം. ഓക്കെ, വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റിച്ച് ഇത്രയേ ഉള്ള ഒന്നാണെങ്കിൽ ആ സ്റ്റിച്ചിനകത്തൂടെ നെക്സ്റ്റ് സ്റ്റിച്ച് കുറച്ചും കൂടി വലുതെടുക്കണം. എന്നിട്ട് ഈ സെക്കൻഡ് സ്റ്റിച്ചിലൂടെ ഫസ്റ്റ് സ്റ്റിച്ച് നീഡിൽ വെച്ച് വലിച്ചെടുക്കുമ്പോൾ ലോക്കാവും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് സ്റ്റിച്ച് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്പുകളാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.